വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ മാച്ച് ചെയ്യുന്ന ഒരു ടെലിഗ്രാം മൈനിങ് ബോട്ടിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ ഇതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഈ ബോട്ടിനെ പരിചയപ്പെടുത്താൻ കാരണം എന്താ വെച്ചാൽ മാച്ച് ചെയ്യുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് AI ബ്ലോക്ക് ചെയിനാണ്. അപ്പോൾ ബ്ലോക്ക് ചെയിൻ എന്താണെന്ന് അറിയാത്തവർക്ക് ചെറുതായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ടോൺ, ഇത്തീരിയം, ക്രിപ്റ്റോ ഇതൊക്കെ ഒരു ബ്ലോക്ക് ചെയിൻ പോലെയാണ്. ടോണൊക്കെ ബ്ലോക്ക് ചെയിൻ, ടോണിൻ്റേതായിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ഉണ്ട്, ഇത്തീരിയത്തിൻ്റേതായിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ഉണ്ട്. അതേപോലെ തന്നെ സെയിം ആണ് നമ്മുടെ മാച്ച് ചെയിൻ ഒരു ബ്ലോക്ക് ചെയിൻ. അപ്പോൾ ഇവരുടെ മെയിൻ ഗോൾ എന്താ വെച്ചാൽ ഇവരൊരു AI ബ്ലോക്ക് ചെയിനാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. പ്ലസ് യൂസർ ഫ്രണ്ട്ലി ആണ് ആയിരിക്കണം, നല്ല സെക്യൂരിറ്റി ആയിരിക്കണം. ഇതാണ് ഇവരുടെ മെയിൻ ഗോൾ വെച്ചത്. അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ബോട്ട് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാനിത് പരിചയപ്പെടുത്താൻ കാരണം എന്താ വെച്ചാൽ ഫ്യൂച്ചറിൽ ഇവർ ഈ ബോട്ട് തന്നെ ഇവർ ബ്ലോക്ക് ചെയിനാക്കി മാറ്റും. അപ്പോൾ മാറ്റുന്ന സമയത്ത് നിങ്ങൾ ഡെയിലി ടാസ്കുകളും ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കി ഈ പോയിൻറ്റ്സ് ഇതിൽ നിങ്ങൾക്ക് മാച്ച് ചെയ്യുന്ന പറഞ്ഞ പോയിൻറ്റ്സാണ് ഏൺ ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ പോയിൻറ്റ്സിനൊക്കെ നല്ല വാല്യൂ കൂടും. നിങ്ങൾക്ക് ഓരോ എക്സ്ചേഞ്ചിൽ സെല്ല് ചെയ്യാൻ പറ്റും. ഇത് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ബ്ലം പോലെ തന്നെയാണ്. മറ്റേ ബ്ലമ്മിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിപ്റ്റോ ബ്ലം ഒരു വാലിഡ് ആക്കാനാണ് അവരുടെ ഗോള്. അതുപോലെ തന്നെ ഇവർക്കായിട്ടുള്ള ഗോളുണ്ട്. അപ്പോൾ പിന്നെ പറയാനുള്ളത് വെച്ച് നമ്മുടെ ഹാംസ്റ്റർ കോമ്പറ്റീവ് ടാക്സ് ആപ്പ് പോലെ ഇതിൻ്റെ യൂസേഴ്സ് അനോണിമസ് അല്ല. ഇവരുടെ ഈ മാച്ച് ചെയ്യുന്ന ഇവർ ഉണ്ടാക്കി വെച്ച CEO, ഇവരുടെ ടീം, ബാക്കിലുള്ള ടീം, ആരൊക്കെ ഇവരെ ബാക്ക് ചെയ്യണത് എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ഇവരുടെ ഫോട്ടോ അടക്കം ഇവരുടെ കമ്മ്യൂണിറ്റിയിലും ട്വിറ്ററിലും എല്ലാം ഇവർ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും നല്ല ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ട് കൂടെയാണ് മാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡെയിലി ടാസ്കുകളും ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇതിൽ പോയിൻറ്റ്സ് ഏൺ ചെയ്യാൻ പറയാം. അപ്പോൾ ഒന്നാമത് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ബ്ലമ്മൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. ഡെയിലി നിങ്ങൾ 8 മണിക്കൂർ കൂടുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പോയിൻറ്റ്സ് ഇവിടെ കളക്ട് ചെയ്യാൻ പറ്റും. പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി കയറി കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടും. ബ്ലമ്മിൻ്റെ ഒരു കോപ്പി പോലെയാണ് മാച്ച് ചെയ്യുന്നത്. അത് പറഞ്ഞു വെച്ചാൽ നമ്മളിപ്പോൾ ടിക്കറ്റ് ബ്ലമ്മിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി കയറി കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടും. അതേപോലെ തന്നെ ഇതിൽ ഡെയിലി കയറി കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടി നിങ്ങൾക്ക് ഇവിടെ കളിക്കാൻ പറ്റും. ഡെയിലി ഇവിടെ പ്ലേ കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ കുറച്ച് ലോഡാവാൻ നേരം എടുക്കും. കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് താഴെ തീൻ്റെ ചിഹ്നം കാണും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് ഈ താഴത്തേക്ക് വീണ ഈ ഈ പോയിന്റ് നിങ്ങൾ ഇങ്ങനെ ഏൺ ചെയ്യുക. അങ്ങനെ ഒരു 17 മിനിറ്റ് 1 മിനിറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ പോയിന്റ് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നോക്കുകയാണെങ്കിൽ പിന്നെ പറയാനുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഡെയിലി ബൂസ്റ്റർ ചെയ്യാൻ പറ്റും. അത് പറഞ്ഞു വെച്ചാൽ 15 ആ പോയിന്റ്സ് വെച്ച് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും ഇവിടെ. അത് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഡെയിലി കിട്ടുന്ന പോയിന്റ്സിൻ്റെ എണ്ണം കൂടും. അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഗെയിം ബൂസ്റ്റർ പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഡെയിലി കിട്ടുന്ന ടിക്കറ്റിൻ്റെ എണ്ണം 3 ഗെയിം എക്സ്ട്രാ കളിക്കാൻ പറ്റുന്നതാണ് ഇതിൽ പറയുന്നത് ഡെയിലി ബൂസ്റ്റർ. അതിന് 150 പോയിന്റ്സാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത്. പിന്നെ ടാസ്ക് സെക്ഷൻ പോയി കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഓരോരോ ചെറിയ ടാസ്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ട് പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 200 പോയിന്റ്സ് വേണ്ട ഓരോരോ ടാസ്ക് കംപ്ലീറ്റ് ആക്കി ഉണ്ടാവുക. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞു വെച്ചാൽ ഇതിൻ്റെ എണ്ണം കമ്മിയായി വരും. അപ്പോൾ പറ്റുന്ന പോലെ ജോയിൻ ചെയ്തിട്ട് ഇതിൻ്റെ പോയിന്റ്സ് എല്ലാം ഏൺ ചെയ്യാൻ നോക്കുക. പിന്നെ ഫ്രണ്ട്സിൻ്റെ സെഷൻ പോയി കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾ ഓരോ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തത് നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ്സിൻ്റെ എണ്ണം കൂടും. ഫസ്റ്റ് ഒരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്ത് തന്നെ 10% ആ ഫ്രണ്ട് ഡെയിലി ഈ തീൻ്റെ ടോക്കൺ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു 10% കിട്ടും. ആ ഫ്രണ്ട് വേറൊരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഫ്രണ്ടിൽ നിന്ന് 3% ഈ മാച്ച് ചെയ്യുന്നൊരു പോയിന്റ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബോട്ടിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പറ്റുന്ന പോലെ മാക്സിമം മൈൻ ചെയ്യാൻ നോക്കുക, ടാസ്കിൽ കംപ്ലീറ്റ് ആക്കുക, ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശരി, ബൈ.